പ്രസംഗത്തിലെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന വിവാദത്തിൽ കളക്ടറുടെ നോട്ടീസിന് മറുപടി നൽകി മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയല്ല ചെയ്തതെന്നും കായിക മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയെക്കുറിച്ച് പറയുകയാണ് ചെയ്തതെന്നുമാണ് വിശദീകരണം. വേണമെങ്കിൽ വീഡിയോ പരിശോധിക്കാനും വികസന നേട്ടം പറയുന്നതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഖേദകരമാണെന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. ദീപക് മലേമ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലേമ, നമ്മളോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അതുതന്നെ ഈ വിശദീകരണത്തിലും ആവർത്തിക്കുകയല്ലേ മന്ത്രി PA മുഹമ്മദ് റിയാസ്? അങ്ങനെ തന്നെയാണ് സുജയ. കാരണം 2 ദിവസമായി ജില്ലാ കളക്ടർ ഒരു നോട്ടീസ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് നൽകിയിട്ട് അത് സംബന്ധിച്ചുള്ള വ്യക്തത നേരത്തെ തന്നെ കളക്ടർ വരുത്തുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ നമ്മൾ മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ, അതിൽ മറുപടി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് പക്ഷേ അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ നോട്ടീസിന് മന്ത്രി മറുപടി നൽകി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു വ്യക്തത വരികയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആദ്യഘട്ടത്തിലൊക്കെ എന്ത് മറുപടിയാണോ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരണമായി നൽകിയത് ആ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൂടുതലായി പറയുന്ന ഒരു കാര്യം വികസന നേട്ടങ്ങൾ എണ്ണി പറയുക എന്നുള്ളതാണ് മന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അത് ഇനിയും പറയും. നേരത്തെ വികസന സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പരിപാടിയിലാണ് പ്രസംഗം നടത്തിയത്. പുതിയ രാജ്യാന്തര സ്റ്റേഡിയം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രഖ്യാപനമായി മാറി എന്നുള്ളതായിരുന്നു ആ വിവാദത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2023 നവംബറിൽ കായിക മന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ തുടർ മീറ്റിങ്ങുകളിലൊക്കെ താൻ പങ്കെടുത്തിട്ടുള്ളതുമാണ്. ആ കാര്യം മാത്രമാണ് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണമായി വരുന്നത്. ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നിലവിൽ സോഷ്യൽ മീഡിയയിലടക്കം ലഭ്യമാണ്. ആ വീഡിയോകൾ പരിശോധിച്ച ആർക്കും ആ കാര്യം വ്യക്തമാകുമെന്നുള്ളതും മുഹമ്മദ് റിയാസ് പറയുന്നു. ഈ കഴിഞ്ഞ 15 വർഷക്കാലം MK രാഘവൻ MP എന്നുള്ള നിലയിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിട്ടും വികസന നേട്ടങ്ങളൊന്നും തന്നെ എണ്ണി പറയാനില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ ഖേദകരമാണ് എന്നുകൂടിയാണ് മന്ത്രി നിലവിൽ മറുപടിയായി കളക്ടറുടെ നോട്ടീസിന് നൽകിയിരിക്കുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു. ദീപക് മലേമയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട്ട് നിന്ന്.